ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കോഡിംഗ് ഡീകോഡിംഗ് ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് സ്ലൈഡിൽ എന്താണ് തന്നിട്ടുള്ളത്? ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. നോക്കാം. കോഡിംഗ് ഡീകോഡിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് എൻക്രിപ്റ്റിംഗ് എ വേർഡ്, നമ്പർ ഓർ മെസ്സേജ് ഇൻ ടു എ സ്പെസിഫിക് പാറ്റേൺ ബേസ്ഡ് ഓൺ ലോജിക്. അതായത് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? വേർഡോ നമ്പറോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒരു പ്രത്യേക ഒരു ഭാഷയിലേക്ക് മാറ്റിയിട്ട് അത് ഡീകോഡ് ചെയ്തെടുക്കുക. അതാണ് നമുക്ക് എയിമായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ കോമ്പറ്റീറ്റീവ് എക്സാം ലൈക്ക് RRB, SSB ആൻഡ് ബാങ്കിങ്. ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? ഫോർവേഡ് ഓർഡർ പൊസിഷൻ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ നോക്കാം. ഒന്നുമില്ല, പ്ലേസ് വാല്യൂ, അതായത് എക്ക് 1 കൊടുക്കും, അതേപോലെ തന്നെ ഇസഡിന് 26 കൊടുക്കും. അതിനെയാണ് നമ്മൾ ഫോർവേഡ് ഓർഡർ പൊസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ എന്നും പറയാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഓർത്ത് വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ എ ബി സിനെ നമുക്ക് എന്ത് ചെയ്യാം? 1 2 3 എന്ന് പഠിച്ചു വെക്കാം. ABC 1 2 3. അതേപോലെ തന്നെ ലാസ്റ്റത്തെ 3 എണ്ണം വരുന്നില്ലേ? XYZ 24 25 26. XYZ 24 25 26. അത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? D4. എങ്ങനെ ഓർത്ത് വയ്ക്കാം? D4 ഡാൻസ്, D4 ഡാൻസ്, D4. അത് കഴിഞ്ഞിട്ട് എന്താണ്? E5 എങ്ങനെ ഓർത്ത് വയ്ക്കാം? നമ്മൾ ഒന്ന് വരയ്ക്കുക. അതിൽ നിന്ന് ഈ ലാസ്റ്റത്തെ ഈ ലൈൻ വരുന്നില്ല, ഇവിടുത്തെ ലൈൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? 5 ആയല്ലോ. 5 ആയല്ലോ. അപ്പം എന്താണ്? E5 എന്ന് അങ്ങനെ 2-3 വട്ടം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെമ്മറിയിൽ അത് വരും. അപ്പോൾ E5 കംപ്ലീറ്റ് ആയി. ഇനി അടുത്തെന്താണ്? F6. എഫ് എങ്ങനെ 6 വരും? എഫ് എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിനൊന്ന് മുകളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടൊന്ന് താഴോട്ടേക്കൊന്ന് മിറർ ചെയ്യണം. അപ്പം ഇങ്ങനെ വരുമല്ലോ, ഏകദേശം 6 പോലെയായി. അപ്പോൾ അങ്ങനെ 2-3 വട്ടം വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ? F6 എന്നുള്ള കാര്യം വേഗം നമുക്ക് മെമ്മറിയിൽ വരും പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് എന്താണ്? G7 നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ്. എന്താണ്? G7 സബ്മിറ്റ്, അല്ലെങ്കിൽ G7 ഉച്ചകോടി എന്നൊക്കെ നമ്മൾ ഡെയിലി പത്രങ്ങളിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ G7 അതും കിട്ടി. പിന്നെ എന്താണ്? H8 എങ്ങനെയാണ്? സുഖമായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം. കാരണം എന്താണ്? H വരയ്ക്കുക, മുകളിലും താഴെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ 8 പോലെയായി. അപ്പോൾ H8 എന്ന് നമുക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? I എന്ന് പറയുമ്പോൾ 9 അതുപോലെ തന്നെ സുഖമാണ്. I വരയ്ക്കുക, മുകളിലൊരു ലൈൻ ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? 9 പോലെയായി. അപ്പോൾ I9 നമുക്ക് കിട്ടി. പിന്നെന്താണ്? J10 എന്ന് പറയുമ്പോൾ എന്താണ്? J വരയ്ക്കുക, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താണ്? 0 ആയി. മുന്നിലൊരു 1 ഇട്ട് കൊടുക്കുക, അപ്പോൾ എന്താണ്? J10 ആയി. അങ്ങനെ 2-3 വട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മെമ്മറിയിലിരിക്കും. J10. പിന്നെന്താണ്? K11 L12. നമുക്കറിയാം KL12 എന്ന് പറയുമ്പോൾ എന്താണ്? വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ നമ്പറാണ് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, KL12. അപ്പം എന്താണ്? K11 L12. KL12 പഠിച്ചു വെക്കുക, K11 L12. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? K11 കിട്ടി, L12 കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്താണ്? M13. സുഖമാണ്. M എങ്ങനെ 13 ആവും? M നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായി? 3 പോലെ ആയല്ലോ. അപ്പം എന്താണ്? M13 ആണെങ്കിൽ W എന്താണ്? W23 വരും. അവിടെ എന്താണ്? M തിരിച്ചിട്ടാലാണ് W. അപ്പോൾ അത് രണ്ടും അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? W23 എന്ന് പഠിച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് എന്നിൻ്റെ കാര്യം നമുക്ക് 14 എന്ന് തന്നെ ഓർത്ത് വെക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് പഠിക്കാം. N14, O15, P16 നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? P വരയ്ക്കാം, അതിനെ ഒന്ന് താഴോട്ടേക്ക് മിറർ ചെയ്തൂടെ? ഏകദേശം 6 പോലെ വരുന്നുണ്ട്. അപ്പോൾ P16 അങ്ങനെ നമുക്കൊന്ന് 2-3 വട്ടം വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഓർത്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് Q17, R18, S19, R18 അതിന് നമുക്കെന്താ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. 6 വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിൻ്റെ ഏകദേശം 8 പോലെയായി. അപ്പോൾ നമുക്ക് R18 അങ്ങനെ ആലോചിച്ച് വെച്ചാലും മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് T20 ക്രിക്കറ്റ്, അതാലോചിച്ചിട്ടുണ്ടെങ്കിൽ T20 കിട്ടി. പിന്നെന്താണ് യുവും വിയും എന്താണ് വരുന്നത് U21, V22. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞതാണ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതെല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് ബാക്ക്വേർഡ് ഓർഡർ പൊസിഷൻ. അതായത് എക്ക് നമ്മളെന്താണ് 26 കൊടുക്കും, ഇസഡിന് 1 കൊടുക്കും. ഇത് നമുക്ക് പഠിച്ചു വെക്കണ്ട, ഫോർവേഡ് ഓർഡർ പൊസിഷൻ പഠിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ബാക്ക്വേർഡ് ഓർഡർ പൊസിഷൻ കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ 27 നിന്ന് നമുക്ക് ഫോർവേഡിൽ വന്നിട്ടുള്ള ആ ലെറ്ററിൻ്റെ ഇത് മൈനസ് ചെയ്താൽ മതി. ഫോർവേഡ് ഓർഡറിൽ വരുന്ന പൊസിഷനില്ലേ, ഇപ്പോൾ എയിൻ്റെ ആണ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, 27 - 1 ചെയ്യുക. അപ്പോൾ 26 വരിക എയ്ക്ക് ബാക്ക്വേർഡ് ഓർഡർ പൊസിഷനിൽ. അങ്ങനെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്. ഫസ്റ്റ് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. എന്താണ് 2 letters are called opposite letter if sum of their corresponding positions equal to 27. അതായത് 2 ലെറ്റേഴ്സിൻ്റെ പ്ലേസ് വാല്യൂവിൻ്റെ സമ്മ് 27 ആണെങ്കിൽ അത് രണ്ടും എന്താണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആയിരിക്കും. പിന്നെന്താണ് രണ്ടാമത്തെ പോയിന്റ്, ഓപ്പോസിറ്റ് പൊസിഷൻ ഓഫ് എനി ലെറ്റർ ഈസ് ഈക്വൽ ടു 27 മൈനസ് കറസ്പോണ്ടിങ് പൊസിഷൻ ഓഫ് ദാറ്റ് ലെറ്റർ. അതായത് ഒരു ലെറ്ററിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ പെയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 27 നിന്ന് നമുക്ക് തന്നിട്ടുള്ള ആ ലെറ്ററിൻ്റെ പ്ലേസ് വാല്യൂ മൈനസ് ചെയ്താൽ മതി. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് പൊസിഷൻ ഓഫ് ഡിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 27 നിന്ന് ഡിൻ്റെ പ്ലേസ് വാല്യൂ 4, D for ഡാൻസ്. അപ്പോൾ 4 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 23 ഏതാണ് ലെറ്റർ വരിക, W ആണ് വരുന്നത്. അപ്പോൾ ഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് W. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സും തന്നിട്ടുണ്ട്. പിന്നെ ഒരു 4 പോയിന്റ് തന്നിട്ടുണ്ട്. അമേസിങ് ബോയ്സ്, എക്സൈറ്റഡ് ഡൗൺ, നെവർ, ഫൺ, ഗിഫ്റ്റ്, ഫിഷ്, റിവർ, ജാക്ക് ആൻഡ് ക്വീൻ, പിക്കപ്പ്, ലവ് മൈൻഡ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ് എയും ഇസഡും ഓപ്പോസിറ്റ് ആണ്, അതിനാണ് അമേസിങ് എന്ന് പറയുന്ന വേർഡ് തന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ബിയും വൈയും ഓപ്പോസിറ്റ് ആണ്, അതിനാണ് ബോയ്സ് തന്നിട്ടുള്ളത്. പിന്നെന്താണ് സിയും എക്സും ഓപ്പോസിറ്റ് ആണ്, അതിനാണ് എക്സൈറ്റഡ് തന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഡിയും ഡബ്ല്യുവും ഓപ്പോസിറ്റ് ആണ്, അതിനാണ് ഡൗൺ തന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ലൈനിൽ എന്താണ് നെവറിൽ എന്താണ് ഇയും ബിയും ഓപ്പോസിറ്റ് ആണ്. അതേപോലെ തന്നെ ഫണ്ണിൽ എന്താണ് എഫും യുവും ഓപ്പോസിറ്റ് ആണ്. അതേപോലെ തന്നെ ഗിഫ്റ്റിൽ ജിയും ടിയും ഓപ്പോസിറ്റ് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ എന്താണ് ഫിഷിൽ എന്താണ് എസും എച്ചും ഓപ്പോസിറ്റ് ആണ്. അതേപോലെ തന്നെ റിവറിലാണെങ്കിലോ ഐയും ആറും ഓപ്പോസിറ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ജാക്ക് ആൻഡ് ക്വീനിൽ വരുമ്പോൾ ജെയും ക്യൂവും ഓപ്പോസിറ്റ് ആണ്. പിന്നെ നമുക്ക് നാലാമത്തെ നോക്കാം, പിക്കപ്പിൽ എന്താണ് പിയും കെയും ഓപ്പോസിറ്റ് ആണ്. അതേപോലെ തന്നെ ലവിലാണെങ്കിലോ എല്ലും ഓയും ഓപ്പോസിറ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് മൈൻഡിൽ എമ്മും എന്നും ഓപ്പോസിറ്റ് ആണ്. പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യം അറിയാം, ഓപ്പോസിറ്റ് ലെറ്റേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ എന്താണ് 27 ആയിരിക്കും. ആ കൺസെപ്റ്റും കൂടെ നമ്മൾ ആലോചിച്ച് നോക്കണം. അത് നമ്മൾ നോക്കി, നേരത്തെ സ്ലൈഡിൽ നോക്കി. ഇനി നമുക്കെന്താ അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് ടൈപ്പ് 1 കോഡിംഗ് ബൈ ലെറ്റർ ഷിഫ്റ്റിംഗ്. അത് നോക്കാം. എന്താണ് കോഡിംഗ് ബൈ ലെറ്റർ ഷിഫ്റ്റിംഗ്? അതിൽ 2 പാറ്റേൺ ഉണ്ട്. ഫസ്റ്റ് പാറ്റേൺ എന്താണ് കോഡിംഗ് ഇൻ ഫോർവേഡ് സീക്വൻസ്. അത് നോക്കാം. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ് ഗുഡ് എന്തായി HPPE ആയി, HPPE. അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ എന്തൊക്കെ ഐഡിയ കിട്ടുന്നുണ്ടോ? നമുക്ക് പ്ലേസ് വാല്യൂ എഴുതാം. ജിൻ്റെ വാല്യൂ എത്രയാണ് 7, ഒയിൻ്റെ വാല്യൂ 15, ഒയിൻ്റെ വാല്യൂ 15.
ഡിൻ്റെ വാല്യൂ എന്താണ് 4, എച്ചിൻ്റെ എന്താണ് 8, ടിൻ്റെ 16, പിൻ്റെ 16, ഇൻ്റെ എന്താണ് 5. അപ്പം നമുക്ക് നോക്കുമ്പോൾ എന്താ 7 എന്തായി 8 ആയി +1, 15 എന്തായി 16 ആയി +1, അഗെയിൻ 15 16 ആയി, 4 5 ആയി. ഇവിടെ എന്താണ് +1 ആണ് വരുന്ന ഓപ്പറേഷൻ. അപ്പോൾ ഇതേ ഓപ്പറേഷൻ നമുക്ക് ബോൾഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കിട്ടി. അപ്പോൾ അത് ചെയ്യാം. BOLD, ഡിൻ്റെ എന്താണ് 2 വരും, ഒയിൻ്റെ 15 വരും, എല്ലിൻ്റെ 12 വരും, ഡിൻ്റെ 4 വരും. അപ്പോൾ 1 വെച്ച് നമുക്ക് ആഡ് ചെയ്യാം. 2 + 1 3, 15 + 1 16, 12 + 1 13, 4 + 1 5. അപ്പോൾ എന്താണ് 3 16 13 5. 3 വരുന്നത് എന്താണ് സി, പി വരുന്നതാണ് 16, 13 എന്ന് പറയുമ്പോൾ എം, 5 എന്ന് പറയുമ്പോൾ എന്താണ് ഇ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ് CPME ആണ് ബോൾഡിൻ്റെ ഈ കോഡിൽ എഴുതുന്നത്. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. പാറ്റേൺ 2ൽ എന്താണ് കോഡിങ് ഇൻ ബാക്ക്വേർഡ് സീക്വൻസ്. അത് നോക്കാം, പുറകിലേക്ക് വരും. അതിന് എക്സാമ്പിൾ എന്താണ്, നെയിം തന്നിട്ടുണ്ട്, അതെന്തായി MZLD ആയി. അപ്പം അതെങ്ങനെയാണ് വന്നേ നോക്കാം. NAME, എന്നിൻ്റെ എത്രയാണ് വരിക 14, എയിൻ്റെ 1, എമ്മിൻ്റെ 13, ഇൻ്റെ 5. അതെന്തായി MZLD ആയി. M 13, Z 26, L 12, D 4. അപ്പോൾ ഇവിടെ എന്താണ് നോക്കുമ്പോൾ മനസ്സിലാവുന്നേ 14 13 ആയി -1, 1 26 ആയി -1. ബേക്കിലേക്ക് പോകുമ്പോൾ പിന്നെ ഇസഡിലേക്ക് വരും. പിന്നെ അതേപോലെ തന്നെ 13 എന്തായി 12 ആയി -1, 5 4 ആയി -1. ഇവിടുത്തെ ഓപ്പറേഷൻ വരുന്നത് -1. അതാണ് ബാക്ക്വേർഡ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേ മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കാം. സെയിമിൽ SAME, S 19, A 1, M 13, E 5. അതെന്തായി -1 എഴുതാൽ മതി. 19 - 1 എന്ന് പറയുമ്പോൾ 18, 1 - 1 എന്ന് പറയുമ്പോൾ 26, 13 - 1 12, 5 - 1 4, 18 വരുന്നത് എന്താണ് 6, 26 Z, 12 എന്ന് പറയുമ്പോൾ L, 4 എന്ന് പറയുമ്പോൾ D. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിളിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ് 6ZLD. ഈ രണ്ട് എക്സാമ്പിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് പാറ്റേൺ 3 തന്നിട്ടുണ്ട്, കോഡിംഗ് ബേസ്ഡ് ഓൺ സ്കിപ്പ്ഡ് സീക്വൻസ്. നോക്കാം എന്താണ് എക്സാമ്പിൾ തന്നിട്ടുണ്ടല്ലോ. ഫാക്റ്റ് എന്താണ് IDFW എന്നായി ഈ ലാംഗ്വേജിൽ. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡീപ്പിൻ്റെ ആണ്. അപ്പം നോക്കാം. FACT, എഫിൻ്റെ വാല്യൂ 6, എയിൻ്റെ വാല്യൂ 1, സിൻ്റെ വാല്യൂ 3, ടീൻ്റെ വാല്യൂ 20. അതെന്തായി IDFW ആയി. ഐൻ്റെ വാല്യൂ 9, ഡിൻ്റെ വാല്യൂ 4, എഫിൻ്റെ വാല്യൂ 6, ഡബ്ല്യുവിൻ്റെ വാല്യൂ 23. ഇവിടെ 6 9 ആയി +3, 1 എന്തായി 4 ആയി +3, 3 എന്തായി 6 ആയി +3, 20 എന്തായി 23 ആയി +3. ഇവിടുത്തെ ഓപ്പറേഷൻ വരുന്നത് +3 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഡീപ്പിൽ അപ്ലൈ ചെയ്തതിന് നമുക്ക് ആൻസർ കിട്ടും. അപ്ലൈ ചെയ്യാം. DEET, ഡിൻ്റെ വാല്യൂ 4, ഇൻ്റെ വാല്യൂ 5, ഇൻ്റെ വാല്യൂ 5, പിൻ്റെ വാല്യൂ എന്താണ് 16. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, +3 വെച്ച് ആഡ് ചെയ്യണം. +3 വരുമ്പോൾ എന്താണ് 4 + 3 7, 5 + 3 8, 5 + 3 8,
16 + 3 19. 7 ഏതാണ് വരിക? ജി. H8 S19. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? GHHS. അതാണ് പാറ്റേൺ 3ൻ്റെ ആൻസർ വരുന്നത്, GHHS. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. അടുത്ത പാറ്റേൺ എന്താണ്? പാറ്റേൺ 4 മിക്സഡ് സീക്വൻസ് കോഡിംഗ്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. അതായത് ഫോർവേഡും ഉണ്ടാകും ബാക്ക്വേഡും ഒറ്റൊരു പ്രോബ്ലത്തിൽ തന്നെ ഉണ്ടാവും. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇൻ എ സെർട്ടൈൻ കോഡ് ലാംഗ്വേജ് AMIT എന്തായി? RAMA ആയി. അങ്ങനെയാണെങ്കിൽ BOOT എന്തായി എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അതേ ലാംഗ്വേജിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നത് എടുത്ത് എഴുതാം. AMIT A1 M13 I9 T20 അതെന്തായി? RAMA ആയി. RAMA R18 A1 M13 A1. അപ്പോൾ 1 എന്തായി? 18 ആയി. ഇവിടെ എന്താണ്? +17 ചെയ്യണം. അതേപോലെ തന്നെ 13 എന്തായി? 1 ആയി. ഇവിടെ -12 ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 9 എന്തായി? 13 ആയി. +4 ചെയ്യണം. പിന്നെ 20 എന്തായി? 1 ആയി. -19 ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്തു നോക്കാം. BOOTയിൽ ചെയ്ത് നോക്കാം. BOOT. ബിൻ്റെ വാല്യൂ 2, ഒൻ്റെ വാല്യൂ 15, ഒൻ്റെ വാല്യൂ 15. പിന്നെ ടീൻ്റെ വാല്യൂ എന്താണ്? 20 നമുക്കിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. മുന്നിൽ കൊടുത്ത അതേ ഓപ്പറേഷൻ നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? +17 ചെയ്യണം. 17 + 2 എന്ന് പറയുമ്പം 19 വരും. പിന്നെന്താണ്? -12 അല്ലേ ചെയ്യേണ്ടത്? 15 - 12 എന്ന് പറയുമ്പോൾ 3. പിന്നെ അടുത്തത് എന്താണ് വരിക? +4 അല്ലേ? 15 + 4 എന്ന് പറയുമ്പോൾ എന്താണ്? 19. അടുത്തത് -19 വരും. 20 - 19 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 1. അപ്പോൾ 90 എന്ന് പറയുമ്പോൾ എന്താണ്? S വരും. C3 വരും. S19 വരും. A1 വരും. അപ്പോൾ നാലാമത്തെ എക്സാമ്പിളിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? SCSA. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. പാറ്റേൺ 5 തന്നിട്ടുണ്ട്. പാറ്റേൺ 5 എന്താണ്? ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ്. ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. അതായത് നമുക്ക് 3 പെയറുകൾ തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ഓരോ ലെറ്റേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആയിരിക്കും. അതായത് വേറെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇനി നമുക്ക് നാലാമത്തെ കണ്ടുപിടിക്കേണ്ട എടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് നോക്കിയിട്ട് സോൾവ് ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ആപ്പിൾ അല്ലേ തന്നിട്ടുള്ളത്? ആപ്പിൾ എന്തായി? PQQRS ആയി. RIS എന്തായി? ABC ആയി. പിന്നെ മാംഗോ എന്തായി? മാംഗോ TPXYZ ആയി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ROS റോസ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം? ആറിൻ്റെ വാല്യൂ എവിടെ വരുന്നത്? RIS വരുന്നുണ്ട്. 6 ഏതാണ് വരിക? A വരും. 6. പിന്നെ അതേപോലെ തന്നെ O എന്ന് പറയുമ്പോൾ എന്താണ്? മാംഗോൻ്റെ ലാസ്റ്റ് ഉണ്ട് O. അതെന്തായി? Z ആയി. അപ്പോൾ Oയ്ക്ക് Z കൊടുക്കണം. പിന്നെ Sന് എന്താണ് കൊടുക്കേണ്ടത്? S ഇവിടെ ഉണ്ട്. RISൽ S ഉണ്ട്. അത് C ആയല്ലോ. അപ്പോൾ ഇവിടെ C കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് E എന്തായി? ആപ്പിളിൻ്റെ ലാസ്റ്റ് E ഉണ്ട്. ES ആയി. അപ്പോൾ നമുക്കിവിടെ എസ്സും കൊടുക്കാം. അപ്പോൾ റോസിൻ്റെ കോഡായിട്ട് എന്താണ് വരിക? AZCS ആണ്. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? പാറ്റേൺ 6 ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് കോഡിംഗ്. നമ്മൾ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് നോക്കി അത് വെച്ചിട്ട് സോൾവ് ചെയ്യുന്നതാണ് ഓപ്പോസിറ്റ് ലെറ്റർ. അതെങ്ങനെ സോൾവ് ചെയ്യാം? നാച്ചുറൽ തന്നിട്ടുണ്ട്. അതെന്തായി? നാച്ചുറൽ
അത് എം ഇസഡ് ജി എഫ് ഐ ഇസഡ് ഒ ഐ. അതായത് എന്നും എമ്മും ഓപ്പോസിറ്റാണ്, എയും ഇസഡും ഓപ്പോസിറ്റാണ്, ടിയും ജിയും ഓപ്പോസിറ്റാണ്, യുവും എഫും ഓപ്പോസിറ്റാണ്, ആറും ഐയും ഓപ്പോസിറ്റാണ്, എയും ഇസഡും ഓപ്പോസിറ്റാണ്, എല്ലും ഒയും ഓപ്പോസിറ്റാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാം. കെയറിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. CARE. സിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? എക്സ്. എയിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇസഡ്. ആറിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഐ. ഇൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വി. അപ്പോൾ എക്സ് ഇസഡ് ഐ വി ആണ് ഈ എക്സാമ്പിളിൻ്റെ കറക്റ്റ് ആൻസർ. നമ്മളിന്ന് ഇത്ര പാറ്റേണാണ് നോക്കുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.